ഇവിടെ അവിലും മലരും വിവിധ കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അരി ഉപയോഗിച്ചിട്ടാണ് മലയാളികൾ മുഖ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, കഞ്ഞിയായാലും ചോറായാലും മറ്റ് പലഹാരങ്ങളായാലും ഉണ്ടാക്കുന്നത്. അതുപോലെ ഏതന്നമാണോ താൻ കഴിക്കുന്നത് തദന്നം തന്നെയാണ് ദേവകൾക്കും പിതൃക്കൾക്കും നമ്മൾ സമർപ്പിക്കാറ്. അവനവൻ്റെ അന്നം ദേവതകൾക്കും പിതൃക്കൾക്കും നമ്മൾ സമർപ്പിക്കുന്നു. അപ്പോൾ പിതൃകാര്യങ്ങളിലും ദേവകാര്യങ്ങളിലും അത് തന്നെയാണ് വിനിയോഗിക്കുന്നത്. അതുപോലെ ദേവകാര്യങ്ങളിൽ വിശേഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് മലര്, അതുപോലെ അവില് തുടങ്ങിയതൊക്കെ. ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുക കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് ഇസ്ലാമിക സംഘടനകളുടെ, വ്യക്തമായി പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒരു ജാഥയിൽ ഒരു കൊച്ചു കുഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു. മറ്റുള്ളവരത് ഏറ്റുവിളിക്കുന്നു. അതിൽ ഈ മോൻ പറയുന്നുണ്ട്, അവിലും മലരും വാങ്ങി വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങി വെച്ചോളൂ, ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കണം നിങ്ങളൊക്കെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്ന്. അപ്പോൾ കാലന്മാർ വരുന്നുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അതിനെ മരണാനന്തര ക്രിയകളുമായിട്ട് ബന്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഹൈന്ദവ ആചാരത്തിൽ മരണാനന്തരം വായ്ക്ക് അരി വയ്ക്കുക എന്നുള്ള ചടങ്ങുണ്ട്. അതുപോലെ ക്രിസ്തീയ ആചരണങ്ങളിൽ കുന്തിരിക്കത്തിൻ്റെ വിനിയോഗമുണ്ട്. അത് ഓരോ പ്രദേശത്തും, ഹൈന്ദവ ആചാരത്തിൽ ഓരോ പ്രദേശത്തും പ്രാദേശികങ്ങളായ വ്യത്യാസങ്ങളുണ്ട്. പല സ്ഥലത്തും ഈ വായ്ക്കരി എന്നുള്ളത് മാത്രമല്ലാതെ ഒരു മനുഷ്യൻ്റെ ശവശരീരം കിടത്തുന്ന സമയത്ത് ചുറ്റും, ആ ശരീരത്തിന് ചുറ്റും അരി ഒരു രേഖ പോലെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അത് ശവശരീരത്തിലേക്ക് ഉറുമ്പുകളും മറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അരി എടുത്ത് ഉറുമ്പ് പൊയ്ക്കോളും, ഇങ്ങോട്ട് വരില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി മരണാനന്തര ക്രിയകളിൽ ശ്മശാനകർമ്മ അനന്തരം പിതൃക്കൾക്കുള്ള പിണ്ടദാനം, ഏകോദ്ദിഷ്ട ശ്രാദ്ധം, അനന്തരം ഇവിടെ പിണ്ടങ്ങൾ പൂർത്തിയാക്കി ആശൗചം കഴിഞ്ഞാൽ പിന്നീട് നിശ്ചിത കാലത്ത് ചെയ്യുന്ന പിണ്ടദാനങ്ങൾ, അതിലെല്ലാം അരിയുണ്ട്. അപ്പം ഇത് ശാസ്ത്രീയമായിട്ട് ആ വിഷയത്തിലേക്കല്ല ഇപ്പോൾ ഈ ചർച്ച പോകുന്നത്. മറിച്ച് ഇതെല്ലാം കരുതിക്കോളൂ എന്ന്, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്ന്, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളണമെന്ന് തീർച്ചയായിട്ടും അത്തരമൊരു മുദ്രാവാക്യം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത്യമിതമായ അപായകരമായ മതപ്രീണന നയങ്ങൾ, ഈയൊരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന മതഭീകര പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം ചേർന്ന് കേരളത്തെ മതഭീകരതയുടെ, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കയറ്റുമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, കൊച്ചുകുട്ടിയെ കൊണ്ട് വിളിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അത് വളരെ ബോധപൂർവമാണ്, വളരെ ബോധപൂർവം ചെയ്ത പരിപാടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
ഏതായാലും ഇതൊന്നും കരുതി വെക്കേണ്ട വസ്തുക്കളല്ല. അരി നമുക്ക് കരുതി വയ്ക്കാം, അതിനേക്കാൾ സുഖമാണ് നെല്ല് കരുതി വെച്ചാൽ. പക്ഷെ കരുതി വെക്കണമെങ്കിൽ ആദ്യം കൃഷി ചെയ്ത് ഉണ്ടാക്കണം. അതുകൊണ്ട് പറയാനുള്ളത്, ഇപ്രകാരമുള്ള വാക്യങ്ങളും മറ്റും പറഞ്ഞ് സമൂഹ അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ എളുപ്പം സാധിക്കും. അതിന് പകരം ഉത്പാദനത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം, കേവലം ഉപഭോഗത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ നമുക്ക് ഒത്തൊരുമിച്ച് നെല്ലുണ്ടാക്കാം. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് നമുക്ക് നെല്ലുണ്ടാക്കാം. നെല്ല് സൂക്ഷിച്ച് വയ്ക്കാം. സന്ദർഭം വരുമ്പോൾ മലരാക്കിയാൽ മതിയല്ലോ, പാകപ്പെടുത്തി വെച്ച് വേണ്ട പരിയാക്കിയാൽ മതിയല്ലോ. ആ ഒരു സന്ദേശമാണ് നമ്മൾ നൽകേണ്ടത്, നന്മയുടെ സന്ദേശം. കൊച്ചുനാളിൽ തന്നെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കൊച്ചുനാളിൽ തന്നെ ഭാവി വാഗ്ദാനങ്ങളായി വരേണ്ടുന്ന കുട്ടികളെ ഇപ്രകാരം വിപരീതമായ, ദേശവിരുദ്ധമായ, സമാജവിരുദ്ധമായ, സമൂഹത്തിൻ്റെ സഹവർത്തിത്വത്തിന് വിരുദ്ധമായ ആശയങ്ങളെ കുത്തിവെച്ച് അപകടകരമായൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുക. അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്ന വിഷയം. രാഷ്ട്രത്തിൻ്റെ, പ്രദേശത്തിൻ്റെ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിക്കുക. ഇത്തരം വിപരീത ആശയങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് കലുഷിതമാക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ നമുക്കെല്ലാം അത് ദോഷകരമാണ്. അതുകൊണ്ട് സമാജത്തിൻ്റെ ഉണർവ് ഈ വിഷയത്തിലുണ്ടാവുക. ചർച്ചകളെ തിരിച്ചുവിട്ട് മതപ്രീണനത്തിൻ്റെ മാത്രം ഭാവങ്ങളെ വീണ്ടും വീണ്ടും വളർത്താൻ ശ്രമിക്കാതെ യഥാതഥമായി മനസ്സിലാക്കാനും ദോഷങ്ങളെ ദോഷങ്ങളായി കാണാനും അവയെ നിരസിക്കാനും മൊത്തം സമാജം മുന്നോട്ട് വന്നാൽ മാത്രമേ അപകടകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ. ഇത് വളരെ ശ്രദ്ധേയമായൊരാശയമാണ്. പ്രത്യേകിച്ചും പറയാനുള്ളത്, ഈയൊരു വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദത്തെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അതൊരു കൗണ്ടർ ആക്ഷനാണ്, ഭൂരിപക്ഷ വർഗീയതയുടെ പരിണാമമാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇവിടെ വളർന്നു വരുന്ന ഭൂരിപക്ഷ വർഗീയതയാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ലക്ഷക്കണക്കിന് പേര് മതം മാറ്റപ്പെട്ടതും ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെട്ടതും ഏത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതിപ്രവർത്തനമായിട്ടാണ്? 1921 ഏറനാട്, വള്ളുവനാട്, കോഴിക്കോട് താലൂക്കുകളിൽ ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെട്ടതും ബലാത്സംഗം ചെയ്യപ്പെട്ടതും പൈശാചികമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഹിംസിക്കപ്പെട്ടതും ഏത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിപ്രവർത്തനമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധപ്രതിമകൾ തകർക്കപ്പെട്ടത് ഏത് പ്രതിപ്രവർത്തനമായിട്ടാണ്? അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കപ്പെട്ടത് ഏത് പ്രതിപ്രവർത്തനമായിട്ടാണ്? അപ്പം നമ്മളിങ്ങനെ ദേശകാലങ്ങളെ വിശദമായി അപഗ്രഥിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതൊന്നുമല്ല. കേവലം സങ്കുചിത മതവാദം, ആ മതവാദത്തെ വൈകാരികമായി വളർത്തി അതിനെക്കൊണ്ട് പ്രയോജനം നേടാൻ ഉദ്ദേശിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ ഒറ്റപ്പെടുത്തുക, അതിനെ ഉദാത്തീകരിക്കാതിരിക്കുക, അതിനെ വളച്ച് ഒടിക്കാതിരിക്കുക, ഉള്ളതുള്ളതുപോലെ കാണാനും ധീരതയോടുകൂടി അതിനെ അഡ്രസ്സ് ചെയ്യാനും സമാജത്തെ പ്രാപ്തമാക്കുക. അതാണ് നമ്മുടെ മുഖ്യമായ കർത്തവ്യം. ഏതായാലും നമ്മൾ അവിലും മലരും അരിയും കുന്തിരിക്കൊക്കെ ആവശ്യത്തിന് വാങ്ങി ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടവരാണ്. അത് വെറുതെ വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ടവരല്ല. കാലനും മറ്റും ഒരു ഭാഗത്തേക്ക് മാത്രം സഞ്ചരിക്കുന്നതല്ല, കാലന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കാം. അങ്ങനെ സമാജത്തിൽ
സ്പർദ്ധയും അസ്വസ്ഥതയും ഉണ്ടാക്കുകയല്ല വേണ്ടത് എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമസ്കാരം.